ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 29 മോഹിനി രൂപവർണ്ണനമാണ്. ഭഗവാൻ ഇവിടെ മോഹിനിയായിട്ട് വന്നത് എന്താ? അമൃത് അസുരന്മാർ കൈക്കലാക്കിയപ്പോൾ അത് ദേവന്മാർക്ക് കൈക്കലാക്കി കൊടുക്കണ്ടേ, അതിനു വേണ്ടിയാണ് വേഷം മാറി വന്നത്. എന്നിട്ടോ ഭഗവാൻ അവിടെ അമൃതൊക്കെ വിളമ്പാൻ ഏൽപ്പിച്ച് അസുരന്മാർ കയ്യിൽ കൊടുത്തിട്ട് ഭഗവാൻ പന്തി തിരിച്ചിരുത്തി അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നു. അവർ ഭഗവാന്റെ ലീലാവിലാസം കണ്ടപ്പോൾ ഈ അസുരന്മാർ അതിൽ മതിമറന്ന് അമൃതിനെപ്പറ്റി അങ്ങ് മറന്നേ പോയി. ഭഗവാൻ അങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്ന് ഇരിക്കും. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 5. അസ്മാസ്യം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വഥ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശകോ നിജരൂപമേത്യ സ്വർഭാനും അർദ്ധപരിപീതസുധം വ്യലാവി. അസ്മാസ്യം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വഥ സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശകോ നിജരൂപമേത്യ സ്വർഭാനും അർദ്ധപരിപീതസുധം വ്യലാവി. ഭഗവാൻ ഗുരുവായൂരപ്പൻ അവിടുന്ന് അസുരർക്ക് വിളമ്പാതെ ദേവകൾക്ക് മാത്രം അമൃത് വിളമ്പി. പന്തിരുത്തി ഇരുകൂട്ടർക്കും അമൃത് വിളമ്പാനിരുന്നല്ലോ. അപ്പോൾ അസുരന്മാർ ഭഗവാന്റെ വേഷഭൂഷണങ്ങളെല്ലാം കണ്ട് ആനന്ദിച്ചിങ്ങനെ ഒരു നല്ല സുന്ദരിയായൊരു സ്ത്രീയല്ലേ, ആ സ്ത്രീയുടെ ലീലാവിലാസങ്ങളും കുണിയുള്ള ആ വിളമ്പക്കും ഒക്കെ കണ്ട് മതിമറന്നവങ്ങ് ഇരുന്നു പോയി. ഭഗവാൻ ആ സമയത്ത് എന്ത് ചെയ്തു? അസുരർക്ക് വിളമ്പാതെ ദേവകൾക്ക് മാത്രം അമൃത് വിളമ്പി. ഇവിടെ അസുരന്മാർക്ക് ആരോഗ്യം ഉണ്ടല്ലോ, അവർ ദുഷ്ടരാണ് ഒന്നാമത്. ഇതും കൂടെ കിട്ടിയാൽ പിന്നെ പറയണോ? അതുകൊണ്ട് ഭഗവാൻ അറിയാം അവർക്കത് കൊടുത്തുകൂടാന്ന്. അതുകൊണ്ടല്ല പക്ഷാഭേദം ഭഗവാൻ കാണിക്കത്തില്ല. ഇവിടെ ദേവന്മാർക്കാണ് ഇവിടെ ജരാനര ബാധിച്ചിരിക്കുന്നത്. അവരെ അല്ലാതെ തന്നെ ഇവരുടെ ഹുങ്ക് അത്രമാത്രം ഉണ്ട്. പിന്നെ ഇതോടെ ചെന്നാൽ പറയണോ? അതുകൊണ്ട് ഇവിടെ ഭഗവാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. അങ്ങനെ ഭഗവാൻ ഇവർക്ക് കൊടുക്കാതെ അസുരന്മാർക്ക് കൊടുക്കാതെ ദേവന്മാർക്ക് മാത്രം അമൃത് വിളമ്പി. ഭഗവാൻ അവരുടെ പേരിൽ പ്രണയമുള്ളവളാണെന്ന് തെറ്റിദ്ധരിച്ച് ഭഗവാന്റെ ലീലാവിലാസത്തിൽ മയങ്ങി അങ്ങിരുന്നു പോയി. ഈ അസുരന്മാർക്ക് ഈ ഭഗവാന്റെ വേഷഭൂഷങ്ങളും, അതായത് സ്ത്രീ നല്ല സുന്ദരിയായ സ്ത്രീയല്ലേ, ഇത് കണ്ട് കുണി നടക്കുന്നെല്ലാം കണ്ട് ഭഗവാന്റെ ഓരോ മൊഴിയിലൊക്കെ അവരിതിങ്ങനെ പ്രണയം അവരോടുണ്ടെന്നുള്ള അവരൊക്കെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ അവർ ആ മോഹിനിയുടെ ലീലാവിലാസത്തിൽ മയങ്ങി അങ്ങ് ഇരുന്ന് പോയത് കൊണ്ട് അവരിത് അമൃതിനെപ്പറ്റി ചിന്തിച്ചതുപോലുമില്ല. എന്നാൽ ഒരസുരൻ വിധുന്തുതൻ ദേവകളുടെ കൂട്ടത്തിലിരുന്ന് അമൃത പൂജിച്ചു. അസുരനാരാ? വിധുന്തുതൻ. ദേവകളുടെ കൂട്ടത്തിൽ ചെന്നിരുന്ന് അറിയാത്ത രീതിയിൽ ചെന്ന് ഈ അമൃതങ്ങ് പൂജിച്ചു. അത് തിരിച്ചറിഞ്ഞ ഭഗവാൻ എന്ത് ചെയ്തു? സ്വന്തം രൂപം അങ്ങ് ധരിച്ചു. അമൃത് സേവിക്കുന്ന അസുരനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ കഴുത്തറുത്തു. അവൻ 2 ഭാഗമായി. തലയും ഉടലും വേർപെട്ടെങ്കിലും അമൃതിൻ്റെ പ്രഭാവത്താൽ അവൻ മരിച്ചില്ല. കാരണം അമൃത് കുറച്ച് കഴിച്ചല്ലോ. അപ്പോൾ അമൃത് കഴിച്ചാൽ പിന്നെ ദേവന്മാരെക്കാളും ഉന്നതത്തിൽ ഈ അസുരന്മാർ ദേവന്മാരെ ഒറ്റെണ്ണത്തിനെ വെച്ചേക്കത്തില്ല. അത്രമാത്രം ഭയങ്കരം അല്ലാതെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അവനെ അപ്പോഴേ ഭഗവാൻ എന്ത് ചെയ്തു? 2 കഷ്ണമാക്കി ഉടലും തലയും വേർപെടുത്തി. പക്ഷേ ആ അമൃത് കഴിച്ചതിൻ്റെ ഫലമായിട്ട് എന്തുവന്ന്? ആ പ്രഭാവത്തിൽ അവൻ മരിച്ചില്ല. അതാണ് രാഹുവും കേതുവും. കേതുവിന് തലയില്ല, അതുകൊണ്ട് തലഭാഗം രാഹുവും ഉടൽ ഭാഗം കേതുവും. അങ്ങനെയാണ് രാഹു കേതുക്കൾ ഉണ്ടായത്. നമുക്കിനി 6-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 6. ത്വത്തസുധാഹരണയോഗ്യഫലം പരേഷു ദത്വാ ഗതേ ത്വയി സുരൈ ഖലു തേ വിഗൃഹ്ണൻ ഘോരേധ മൂർച്ഛതിരണേ ബലിദൈത്യമായാ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാ വിരാസി. ത്വത്തസുധാഹരണയോഗ്യഫലം പരേഷു ദത്വാ ഗതേ ത്വയി സുരൈ ഖലു തേ വ്യഗൃഹ്ണൻ
ഘോരേധമൂർച്ഛതിരണേ ബലിദൈത്യമായാവ്യാമോഹിതേ സുരഗണേ ത്വം ഇഹാഭിരാസി. ഒന്നുകൂടെ ചൊല്ലാം. ത്വത്ത സുധാ ഹരണയോഗ്യഫലം പരേഷു ദത്വാ ഗതേ ത്വയി സുരൈ ഖലു തേ വ്യഗൃഹണൻ ഘോരേധമൂർച്ഛതിരണേ ബലിദൈത്യമായാവ്യാമോഹിതേ സുരഗണേ ത്വം ഇഹാഭിരാസി. ഇവിടെ പറയുന്നത് അസുരന്മാർ ധന്വന്തരി മൂർത്തിയായ ഭഗവാന്റെ കയ്യിൽ നിന്ന് അമൃത് തട്ടിപ്പറിച്ചതിനുള്ള ശരിയായ ഫലമാണ് ശത്രുക്കൾക്കുണ്ടാക്കി കൊടുത്തത്. കാരണം ധന്വന്തരി മൂർത്തിയായി അവതരിച്ചത് ആരാ? ഈ അമൃതം കൊണ്ട് ഭഗവാൻ തന്നെയാണല്ലോ. അത് കയ്യിലേന്തി അവിടെ ആവിർഭവിച്ചപ്പോൾ ഈ അസുരന്മാർ മനഃപൂർവ്വം തട്ടിയെടുത്തല്ലോ, ദേവന്മാർക്കൊന്നും കൊടുക്കാതെ. പിന്നെ ഭഗവാൻ അവർ തന്നെ കഴിച്ചേനെ. അപ്പോൾ ഭഗവാൻ ബുദ്ധിപൂർവ്വം അവിടെ മോഹിനിയായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഈ കഷ്ടപ്പെട്ട് ദേവന്മാരുടെ ജരാനര മാറ്റാനല്ലേ ദുർവാസാവ് ശപിച്ചതല്ലേ. അപ്പോൾ അത് മാറ്റാനല്ലേ അമൃത് കടഞ്ഞെടുത്തത്. അപ്പോൾ അവർക്ക് കൊടുക്കാതെ തട്ടിപ്പറിച്ചെടുത്തപ്പോൾ എത്രമാത്രം ദുഷ്ടത അവരുടെ കയ്യിലുണ്ട് അത് ഭഗവാൻ മനസ്സിലാക്കി. അതുകൊണ്ട് അസുരന്മാർ ധന്വന്തരി മൂർത്തിയായ അവിടുത്തെ കയ്യിൽ നിന്ന് അമൃത് തട്ടിപ്പറിച്ചതിനുള്ള ശരിയായ ഫലം ശത്രുക്കൾക്ക് ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് മറഞ്ഞു പോയി. കാരണം മോഹിനി രൂപം മാറ്റി പോയി. എന്തായാലും ദേവന്മാർക്ക് കൊടുത്തല്ലോ. അങ്ങനെ ഭഗവാനോടൊന്ന് മറഞ്ഞു പോയപ്പോൾ എന്ത് വന്നോടെ? അസുരന്മാരും ദേവകളോടങ്ങ് ഏറ്റുമുട്ടി. കാരണം അത് കിട്ടിയില്ലല്ലോ. ദേവി അങ്ങ് പോവുകയും ചെയ്തില്ലേ. ദേവിയെ കിട്ടുമുണ്ട് മതിമറന്നിരുന്നതല്ലയോ, പ്രണയം ഉണ്ടെന്ന് കരുതിയിരുന്നതല്ലയോ, അതും കിട്ടിയില്ല. അപ്പോഴെന്തു എന്ന് ദേവന്മാരോടെ ഈ അസുരന്മാരങ്ങ് ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ബലി എന്ന അസുരൻ തൻ്റെ മായാപ്രയോഗത്താൽ ദേവന്മാരെ അമ്പരപ്പിച്ചു കളഞ്ഞു. അത്രമാത്രം മായാശക്തിയാണ് ഈ അസുരന്മാർക്കുള്ളത്. അപ്പോഴീ ദേവന്മാരെല്ലാം അമ്പരന്ന് പോയി. ആ ഘട്ടത്തിൽ എന്ത് വന്നു? ഭഗവാനേന്ന് അവർ ശരണം പ്രാപിച്ചു. അവിടുന്ന് യുദ്ധഭൂമിയിൽ ഭഗവാൻ പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ എന്തുമാത്രം ഈ അമൃതം കൂടെ കഴിച്ചാൽ പിന്നെ പറയണോ? ദേവന്മാരുടെ കാര്യം പിന്നെ പോക്കല്ലേ. നമ്മളെല്ലാം ഈ സാത്വികരായ നമുക്ക് എന്തെങ്കിലും ഒരു ജീവിതം പിന്നെ ഉണ്ടോ? ഈ ലോകം മൊത്തവും അസുരന്മാർ നിറഞ്ഞ് എല്ലാത്തിനെയും വെട്ടിക്കൊന്ന് ശരിയാക്കത്തില്ലേ? ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഇതിനകത്ത് ഇത്രയേ പറയുന്നുള്ളൂ. ധന്വന്തരിമൂർത്തിയായ ഭഗവാൻ അവിടുത്തെ കയ്യിൽ നിന്ന് അമൃത് തട്ടിപ്പറിച്ചപ്പോൾ ശരിയായ ഫലം ശത്രുക്കൾക്കുണ്ടാക്കി കൊടുത്തിട്ട് ഭഗവാൻ അടുത്ത് മറഞ്ഞു. അപ്പോൾ ദേവകളോട് ഈ അസുരന്മാർ ഏറ്റുമുട്ടി. അങ്ങനെ ആ ദേവന്മാർ അമ്പരന്ന് പോയി. ആ ഘട്ടത്തിൽ ഭഗവാൻ തന്നെ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഈ ശ്ലോകത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. മറ്റതൊക്കെ അത് കാരണം നമുക്ക് അറിയണമല്ലോ ഈ ഇത്രമാത്രം ദുഷ്ടത്തരം ഈ അസുരന്മാർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒന്നും അറിയാത്തവരെന്ത് വിചാരിക്കും? ഭഗവാൻ അങ്ങനെ ചെയ്തല്ലോ, അവർക്ക് കൊടുത്തില്ലല്ലോ. പക്ഷെ അവരാണ് ഇതിനെല്ലാം കാരണക്കാർ. അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇവർക്ക് കിട്ടുമോ? ദേവന്മാർക്ക് കൊടുക്കുമോ? അതെല്ലാം നമ്മൾ ചിന്തിക്കണം. അവരുടെ കയ്യിൽ അങ്ങേറ്റത്തെ തെറ്റുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ എല്ലാവരും സമത്വം തന്നെയാണ്. ഭക്തന്മാരെ ഒരിക്കലും ഏത് അസുരനും, പ്രഹ്ലാദനൊക്കെ എന്താ അസുരനല്ലേ, മഹാബലി അസുരനല്ലേ, ഭഗവാനോട് എത്രമാത്രം സ്നേഹവും ഭക്തിയായിരുന്നു. അസുരന്മാരിൽ ഭക്തന്മാരുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 7. ത്വം കാലനേമിം അഥ മാലിമുഖാൻ ജഘന്ധ ശക്രോ ജഘാന ബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്രദുഷ്കരവധേ നമുചൗചലൂനി ഫേനേന നാരദഗിരാനരുണോരണം തം. ത്വം കാലനേമിം അഥ മാലിമുഖാൻ ജഘന്ധ ശക്രോ ജഘാന ബലിജംഭവലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവധേ നമുചൗചലൂനി ഫേനേന നാരദഗിരാനരുണോരണം തം. അങ്ങനെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടല്ലോ. അവർ ഗംഭീര യുദ്ധം നടക്കുമ്പോൾ ഭഗവാൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ട്, ഗുരുവായൂരപ്പ അങ്ങ് യുദ്ധത്തിൽ കാലനേമിയെയും പിന്നെ മാലി മുതലായവരെയും സംഹരിച്ചു. അത്രമാത്രം കടുത്ത യുദ്ധമാണ്. ദേവേന്ദ്രൻ പാകനോടൊപ്പം മഹാബലി, ജംഭൻ, ബലൻ എന്നിവരെയും സംഹരിച്ചു. ഉണങ്ങിയതുകൊണ്ടോ നനഞ്ഞതുകൊണ്ടോ വധിക്കാൻ കഴിയാത്ത നമുചി എന്ന് പറഞ്ഞ ആ അസുരന് ഉണങ്ങിയതുകൊണ്ടും നനഞ്ഞതുകൊണ്ടും അയാളെ വധിക്കാൻ ഒക്കത്തില്ല എന്നുള്ളത് വരം വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എങ്ങനെ വന്നു? ആ നമുചിയെ വെള്ളത്തിലെ നുര കൊണ്ട് കൊന്നു ഇന്ദ്രൻ. അയാളെ വെള്ളത്തിലെ നുര കൊണ്ട് കൊന്നു. പിന്നെ വെള്ളത്തിലെ നുര എന്ന് വെച്ചാൽ പത പോലുള്ള, അതിന് ഉണക്കവും ഇല്ല എന്നത് നനവും ഇല്ല. പിന്നെ ആ യുദ്ധം കണ്ട് നാരദൻ വന്നു പറഞ്ഞതനുസരിച്ച് ഭഗവാൻ ആ യുദ്ധത്തെ നിരോധിച്ചു.
കാരണം നാരദ മഹാമുനിയെ ബ്രഹ്മാവ് പറഞ്ഞു വിട്ടു. എങ്ങനെയാ ഈ യുദ്ധം മൂർധന്യ ദശയിലെത്തി, അപ്പോൾ അസുരന്മാരുടെ വംശനാശം സംഭവിക്കുമോ എന്ന് ബ്രഹ്മദേവൻ ഭയന്നു. അത്രമാത്രം ഘോര യുദ്ധമായിരുന്നു. അപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് നടത്തിയപ്പോൾ എല്ലാം നശിച്ച് വംശം ആരെങ്കിലും ഒരാളൊക്കെ വേണ്ടേ? രാത്രിക്ക് പകലെന്ന പോലെ ദേവന്മാർക്ക് അസുരന്മാരും വേണമല്ലോ. അപ്പോൾ വംശനാശം സംഭവിക്കുമോ എന്ന് ഭയന്നിട്ട് ബ്രഹ്മദേവൻ നാരദനെ യുദ്ധസ്ഥലത്തിലേക്ക് പറഞ്ഞു വിട്ട്. അങ്ങനെയാണ് നാരദൻ വന്നതും യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞതും. അങ്ങനെ നാരദൻ ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം അവിടെ വന്ന് ഭഗവാനോടൊക്കെ പറഞ്ഞു. അതനുസരിച്ച് ഭഗവാൻ യുദ്ധം നിരോധിപ്പിച്ചു. ഫേനം എന്നാൽ നുര എന്നാണ് അർത്ഥം. ഈ നുര ഉണങ്ങിയതുമല്ല നനഞ്ഞതുമല്ല. അതാണ് നുര കൊണ്ട് നമുജിയെ കൊന്നത്. നനഞ്ഞ വസ്തു കൊണ്ടോ ഉണങ്ങിയ വസ്തു കൊണ്ടോ തനിക്ക് നാശം ഉണ്ടാകരുതെന്ന വരം അവൻ നേടിയിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ നുര കൊണ്ട് അവനെ വധിച്ചത്. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.